Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഫിഷ് കൊണ്ട് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചൂര മീനാണ്. അത് നന്നായിട്ട് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീനിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ഫിഷാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. 20 മിനിറ്റ് നന്നായിട്ട് ഈ മസാല നമ്മളെ മീനിലേക്ക് പിടിക്കാനായി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട, ഒരു ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി. മീൻ ഒരുവിധം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്നും മാറ്റാം. നമ്മൾ മീൻ പൊരിച്ച എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയതിന് ശേഷം ബാലൻസ് ഉള്ള എണ്ണയിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഒരു 20-25 കൊച്ചുള്ളി ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊച്ചുള്ളിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 5 ചെറിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് 2 സവാള നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 10 മിനിറ്റ് ഈ ഫിഷിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കാനായി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബിരിയാണിയുടെ മസാല നന്നായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ മസാല നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായ റൈസ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ മുമ്പത്തെ ബിരിയാണിക്കൊക്കെ റൈസ് വേവിക്കുന്നത് കാണിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഞാനിവിടെ 2 നാഴി അരിക്കുള്ള ചോറാണ് ഇവിടെ വേവിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. റൈസ് മുഴുവൻ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് ഈ റൈസിലേക്ക് ആവി കയറ്റി എടുക്കാം. ഫിഷ് ബിരിയാണി ഒന്ന് ആവി കയറ്റാനായി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മളെ സൂപ്പർ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.